ഇന്ന് കിത്തുവിൻ്റെ അമ്മേൻ്റെ വീട്ടിലാവുമ്പോൾ എങ്ങനെയായിരിക്കും ഒരു ഈവനിങ് റൂട്ടീനാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ആസ് യൂഷ്വൽ വൈകുന്നേരമായി വെയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ മുറ്റത്തേക്ക് ഇങ്ങനെ ഇറങ്ങും. അതുവരെ ഞാൻ ഇങ്ങനെ വല്ല പിടിച്ച് വെക്കും കേട്ടോ. അത് മേലെഴുകാനാവുന്നതിലേക്ക് മുന്നേ ആയിട്ട് ഇങ്ങനെ നമ്മൾ പുറത്തോട്ടൊക്കെ ഇറങ്ങും. അപ്പോൾ മെയിനായിട്ട് ആൾ ആ കോഴിക്കൂടിൻ്റെ അവിടെ നിന്നിട്ടാണ് കളി. കോഴീനെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്, കോഴി പൂച്ചയൊക്കെ. അപ്പം കോഴിക്കൂടിൻ്റെ അവിടെയാണ് മെയിൻ പരിപാടി. അപ്പോൾ അവിടെ നിന്നൊരു തുളസീൻ്റെ ഇല എന്തോ പറിച്ചിട്ട് മണത്ത് നടക്കുകയാണ് കേട്ടോ ആൾ. അപ്പം അങ്ങനെ അവിടെ വരെ പോവുള്ളൂ, അങ്ങനെ ദൂരം വഴിക്കൊന്നും പോവില്ല, മുറ്റത്ത് കൂടെ തന്നെ അങ്ങനെ നടക്കുള്ളൂ. പിന്നെ ഇത് പറഞ്ഞാൽ നമ്മളെ വീട്ടിൽ നിറയെയുള്ള പൂവാണ്. കിത്തു എപ്പോഴും പൂവെന്ന് പറഞ്ഞു നടക്കുക ഈ പൂവ് കണ്ടിട്ടാണ്. അപ്പം ഇതാണ് നമ്മൾ പറിച്ചു കൊടുക്കാറ് ആൾക്ക് കളിക്കാനും. പിന്നെ ഓണത്തിന് ഇതുപോലെ കുറേ നമുക്ക് പൂവ് കിട്ടിയത് ഈ ചെടി ഉണ്ടായതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയാണ് മുറ്റത്തിൻ്റെ സൈഡിൽ ഇങ്ങനെ നിൽക്കുമ്പോഴേ. അങ്ങനെ കളിച്ച് പിന്നെ അവസാനം നമ്മൾ ജസ്റ്റ് ഇങ്ങനെ താഴോട്ട് ഇറങ്ങി. താഴെ ഇതുപോലെ ഇങ്ങനെ കിത്തു നടക്കാൻ ബുദ്ധിമുട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് മുട്ടൊക്കെ കുത്തി വീഴുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്കാണ് അമ്മ അവിടെ അലക്കണ കണ്ടത്. അപ്പോൾ അമ്മ അവനെ കാണാണ്ട് പോവുമായിരുന്നു. അപ്പം സൗണ്ടൊക്കെ കേട്ടിട്ട് മെല്ലെ അങ്ങോട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ കൂടെ കയറാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്, എന്നാലും കിത്തു അഡ്ജസ്റ്റ് ചെയ്ത് നടക്കുന്നുണ്ട്. ഇനി അവിടെ കുറച്ച് പ്ലാസ്റ്റിക് ഇട്ടൊരു വഴിയുണ്ട് കേട്ടോ, വഴിയല്ല ഒരു മണ്ണൊക്കെ ഇട്ടിട്ട്. അപ്പോൾ അതിൽ കൂടെ ഇങ്ങനെ കയറാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് എൻ്റെ കൈ പിടിച്ച് മെല്ലെ പോവാണ് കേട്ടോ. അവിടെ വെള്ളമൊക്കെ നിറച്ച് വെച്ചാൽ കണ്ടിട്ട് കിത്തുവിന് ഭയങ്കര, അതിലൊരു വടിയൊക്കെ ഇട്ട് ഇങ്ങനെ കുത്തി ഇളക്കുക ഉണ്ടായി. ഇതൊക്കെയാണ് കിത്തുവിൻ്റെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. വെള്ളത്തിൽ കളിക്കുക, എല്ലാ കുട്ടികളും ഇതുപോലെ തന്നെ ആയിരിക്കും, വെള്ളത്തിലും മണ്ണിലൊക്കെ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. നമ്മളെപ്പോഴും തൊട്ടടുത്ത് നിൽക്കും കേട്ടോ, കാരണം അവനിങ്ങനെ ഉണ്ടോ ഏന്തിച്ചാണ് വെള്ളത്തേക്ക് ഇങ്ങനെ നിൽക്കുക. അതുകൊണ്ട് നമ്മൾ എപ്പോഴും അവൻ്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ടാവും. ഓസ് വഴി നമുക്ക് അതിലോട്ട് വെള്ളം എടുത്തിട്ടാണ് അലക്കാറ്. അപ്പോൾ ആ ഓസ് പിടിച്ചിട്ട് അതിന് ഡയറക്ഷൻ കിട്ടില്ലല്ലോ, അപ്പോൾ നമ്മളത് ഓഫാക്കിയിട്ടാണ് കൈ കൊടുക്കുക. അപ്പോൾ ഇന്ന് അമ്മൂസ് വരുന്നുണ്ട്. അപ്പോൾ അമ്മു വന്ന് ഞാൻ വീഡിയോ എടുക്കേണ്ടതാണ്. അപ്പോൾ അവളിങ്ങനെ ചിരിച്ചിങ്ങനെ വന്നതാണ് കേട്ടോ. അമ്മു വന്നു കഴിഞ്ഞാൽ പിന്നെ അമ്മുവിൻ്റെ കൂടെ അങ്ങനെ കൈ പിടിച്ചിങ്ങനെ നടക്കുകയാണ്. താഴെ വരെ പോവും, പിന്നെ മുകളിലോട്ട് കയറും. അങ്ങനെ റെക്സിൻ്റെ കൂടാണ് ഇവിടെ തൊട്ട്. റെക്സിൻ്റെ കൂടിൻ്റെ മുന്നിലെത്തിയിട്ടാണ് അവൻ നിന്നത് കേട്ടോ. അപ്പോൾ റെക്സ് ആ കിത്തുവിനെ കണ്ട പെരും കുറയാണ്. അപ്പോൾ അതിനെ ഒന്നും കൂടി ദേഷ്യം കടുപ്പിക്കുക എന്നാണ് അവൻ്റെ ഹോബി. ഇത് അമ്മ വന്നപ്പോൾ കൊണ്ടുവന്ന പാഷൻ ഫ്രൂട്ടാണ്. അപ്പോൾ അമ്മ അത് കട്ട് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്, കിത്തുവിന് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ കിത്തുവിന് ഫസ്റ്റ് ടൈമാണ് പാഷൻ ഫ്രൂട്ട് കൊടുക്കുന്നത്. ഷുഗർ ഇല്ലാതെയാണ് കേട്ടോ കൊടുത്തു നോക്കുന്നത്. അപ്പോൾ ആ പുളിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, മാങ്ങയൊക്കെ കഴിക്കും. അപ്പോൾ അതിങ്ങനെ കഴിച്ചുകൊണ്ട് നിൽക്കുകയാണ്. പിന്നെ നോനോ എന്ന് പറയുന്നുണ്ട്. ഇനി മേലെഴുകാനൊക്കെ ആയി. 6 മണി 6:30 ആ സമയമാകുമ്പോഴേക്കും നമ്മൾ മേല് കഴുകിക്കും. അപ്പോൾ മേല് കഴുകാൻ കൊണ്ടുപോയ വഴിക്ക് ഈ കളിപ്പാട്ടം കണ്ടപ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് നല്ല കളിയിലാണ് കേട്ടോ. കളി കഴിഞ്ഞ് വേഗം അമ്മ മേല് കഴുകിച്ച് കൊണ്ടുവന്നു. പിന്നെ ആന കളിക്കുകയാണ് അവർ. അതൊക്കെ കിത്തുവിന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അമ്മു കയറിയിരുന്നത് അമ്മ കണ്ടിട്ടില്ല. അപ്പോൾ വെയിറ്റ് കൂടി ആന പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഇനിയൊരു 8:30 9 മണീൻ്റെ ഉള്ളിൽ ഞാൻ ഭക്ഷണം കൊടുക്കും. പറ്റുന്ന നേരത്തെ കൊടുക്കും. പിന്നെ കളിയിലൊക്കെ ഏർപ്പെട്ടാൽ പിന്നെ അങ്ങനെ 8 മണി 9 മണിയൊക്കെ ആവും. അപ്പോൾ ചോറ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പതുക്കെ കഴിക്കുള്ളൂ, കുറേശ്ശേ കഴിക്കുള്ളൂ. പതുക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ചോറിനെല്ലാം കഴിഞ്ഞ് ഞാൻ തൊട്ടിയിലിട്ടൊന്ന് ആട്ടി വെക്കുകയാണ്, ഉറങ്ങുമോ നോക്കാൻ വേണ്ടിയിട്ട്. എവിടെ കുറേ കാലമായി നമ്മൾ തൊട്ടിയിൽ കിടക്കണ ശീലമേ മാറ്റിയിട്ടുണ്ട്. വല്ല ഊഞ്ഞാലൊക്കെ ആടുന്ന പോലെ ഇങ്ങനെ കളിച്ച് കിടക്കുകയാണ് അവന്. പിന്നെ ഒരു 10 മണി 10:30 ആയപ്പോഴേക്കും ഞാൻ എൻ്റെ അടുത്ത് കിടത്തി അങ്ങനെ ഉറക്കി. എന്നാൽ തന്നെ ഉറങ്ങുള്ളൂ കേട്ടോ. അപ്പോൾ അല്ലാതെ തൊട്ടിയൊന്നും എടുക്കാറില്ല. അപ്പോൾ അത്രയും